ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം LGS പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഓരോ റിലേറ്റഡ് ഫാക്ട്സ് അടക്കം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള സൂചികയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. കമ്പനി ബോർഡ് LGSന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ചാപ്റ്റേഴ്സാണ് നമ്മതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. LGS മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗളത്ത് നിയമങ്ങൾ പാസാക്കി. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, BCAD. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഇയേഴ്സ് പറഞ്ഞിട്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഓരോന്നിനും റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് തെറ്റ് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അത് പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എയും സിയും. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അത് ശരി, നമുക്ക് ചോദിച്ചിരിക്കും തെറ്റായ പ്രസ്താവനയാണ്, അത് ശരിയാണ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണ്, അത് തെറ്റാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അതും എന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബിയും സിയും. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, DABC കേട്ടോ. നെക്സ്റ്റ്, 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഇതിലില്ല, ഇവരൊന്നല്ല. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിയും എയും ബിയും, ABD. ഇത് കറക്റ്റ് SCRTയിൽ 10ാം ക്ലാസ്സിൽ SCRT ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആ ഒരു ക്ലാസ്സിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത് നമ്മൾ SCRTയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എയും ഡിയും. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എയും ബിയും സിയും തെറ്റാണ്. എയും ബിയും സിയും തെറ്റാണ്, ഡി മാത്രമാണ് ഇതിൽ ശരിയായ പ്രസ്താവന. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, എയും സിയും ആണ്. അതായത് സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, R വെങ്കട്ടരമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്? ആൻസർ ഓപ്ഷൻ എ, ജ്ഞാനേഷ് കുമാർ. ഇന്ത്യൻ ഭരണഘടന സമത്വവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്ത്? ആൻസർ ഓപ്ഷൻ സി, ബഹുമതികൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി, US ഭരണഘടന, അമേരിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 51A.
അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, 7ാം പട്ടിക. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സിന്ധു നദി. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 82.5 ഡിഗ്രി ഈസ്റ്റ്. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, അലഹബാദ് മുതൽ നൈനി വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പറവൂർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പറവൂർ. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. മീൻവല്ലം, തുഷാരഗിരി, സിത്താർകുണ്ട് വരുന്നില്ല. ചിയപ്പാറ, തൊമ്മൻകുഞ്ഞ്, തൂവാനം, വളഞ്ചാനം, ന്യായംകോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ എന്നിവയൊക്കെ എന്താണ്? ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം, ചാലിയാർ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ, 1ഉം 4ഉം. എ കെ ആന്റണി, വി കെ കൃഷ്ണമേനോൻ. നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, സർക്കസ്. താഴെ പറയുന്നതിൽ നിന്നും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. മതികെട്ടാൻ ചോലയെ 2003 ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. ട്രിഫേണിനെ ആനമുടി ചോലയിൽ കാണാം. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എ കെ ബാലസുബ്രഹ്മണ്യൻ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 1998 മെയ് 17. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കൊല്ലം. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, യശോദയും കൃഷ്ണനും. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി, 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ആൻസർ ഓപ്ഷൻ സി, അമർത്യ സെൻ. ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 സി, 2 ഡി, 3 എ, 4 ബി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. അരയ സമാജം കെ പി കറുപ്പൻ. യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ആൻസർ ഓപ്ഷൻ ഡി, കെ ജി ശങ്കരപിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി, എ പി അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡി ലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ആൻസർ ഓപ്ഷൻ സി, മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തെറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫുട്ബോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, വിയ്യപുരം.
ISROയുടെ പുതിയ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. താഴെ കൊടുത്തവയിൽ ധമനിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ ഡി. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരയിനമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഗിരിജ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം? ആൻസർ ഓപ്ഷൻ സി നിശബ്ദ വസന്തം. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ കാദർവാലി. കൊക്കെയ്ൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ബ്രസീൽ. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രോട്ടോണും ന്യൂട്രോണും. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സി ആണ്, ശൂന്യതയാണ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി സ്ഥാനാന്തരം. അലുമിനിയത്തിൻ്റെ അയിര്? ഓപ്ഷൻ ബി അലുമിനിയത്തിൻ്റെ അയിര്. ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ഉയർന്ന കലോറിക് മൂല്യമുള്ള ഇന്ധനം? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? ആൻസർ ഓപ്ഷൻ ബി ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ആൻസർ ഓപ്ഷൻ എ നാസ ISRO. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൊതുക്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഈഡിസ് കൊതുക്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അനോഫിലിസ് കൊതുക്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ്. കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആർദ്ര മിഷൻ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മൃതസഞ്ജീവനി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അമിതമായി ഉപ്പ് കഴിക്കുക. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? ആൻസർ ഓപ്ഷൻ സി 21 ലക്ഷം. 21 ലക്ഷം കേട്ടോ. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലൈഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ആൻസർ ഓപ്ഷൻ ബി UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബിയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ആൻസർ ഓപ്ഷൻ ബി എന്താണ് റെസ്പി ഫ്രഷ് TR മരുന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് -50. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 42. 83 ആൻസർ ഓപ്ഷൻ സി 125. 84 ആൻസർ ഓപ്ഷൻ ബി 13 മീറ്റർ. 85 ആൻസർ ഓപ്ഷൻ എ. 86 ആൻസർ ഓപ്ഷൻ എ. 87 ആൻസർ ഓപ്ഷൻ ഡി. 88 ആൻസർ ഓപ്ഷൻ എ. 720 89 ആൻസർ ഓപ്ഷൻ ബി 11.521. 90ന് ആൻസർ ഓപ്ഷൻ ഡി 14 സെക്കൻഡ്. 91 ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 4529. ഈ ഒരു ക്വസ്റ്റ്യനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ്, 65 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ രമേശിൻ്റെ സ്ഥാനം 21. അപ്പോൾ സ്ഥാനം എത്രയായിരിക്കും? 92. ആൻസർ ഓപ്ഷൻ എ 45. 93 കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ബി 6174.
94 ആൻസർ ഓപ്ഷൻ സി 40. 95 ആൻസർ ഓപ്ഷൻ ഡി. 96 ആൻസർ ഓപ്ഷൻ എ. 97 ആൻസർ ഓപ്ഷൻ സി. 98 ആൻസർ ഓപ്ഷൻ ഡി. 99 ആൻസർ ഓപ്ഷൻ ബി 5. 100 ആൻസർ ഓപ്ഷൻ എ 4. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.